ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വില്ലേജ് സീരീസിൻ്റെ അത് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ നൈറ്റാണിത്. ബെഡ് പൊട്ടിക്കേണ്ടി വരുന്ന തോന്നുന്നു. മോൺസ്റ്റേഴ്സിനെ ഇവിടെ നിന്ന് ഞാൻ രാവിലെ ട്രോണോ ഒന്നുണ്ടാവില്ല. സ്കെലട്ടൻ്റെ ഹെയറോ ഡ്രോപ്പ് ചെയ്തുള്ളൂ. കോഴിയോ എന്താ പന്നി ഗൈസ്. പിന്നെ ഇവിടെ അങ്ങനെയൊന്നും കാണില്ല. ഇത് ഡ്രോപ്പ് ചെയ്യേണ്ട എടുക്കാൻ പറ്റുന്നതാണ് എടുക്കാൻ. കാർട്ടോഗ്രാഫർ അല്ലേ, എൻ്റെ അടുത്ത് പേപ്പർ ഉണ്ട്, വിറ്റായിക്കാലോ. എക്സ്പേർട്ടൊക്കെ നീ സ്പൈഡറിനൊക്കെ നമുക്ക് സ്ട്രിങ് കിട്ടും. ഉള്ളൂ നിങ്ങളെക്കാട് വല്ല ചാർജർ ക്രീപ്പറിനെ കൊണ്ടുക്കുന്നത് പിന്നെയല്ലേ വാ. എമറൽഡ് വരുത്തുന്നുണ്ട്. എമറൽഡ് അയ്യോ എന്ന് പെട്ടെന്ന് വരുത്തുന്നുണ്ട്. എനിക്ക് വാൻഡറിങ് ട്രേഡറിൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അയ്യോ പിന്നെ അവനെ കാണൂല. അവന് വേറെ വാതിലേക്ക് അത് അടച്ചിക്കാൻ വേണ്ടിയില്ല. അയ്യോ ഇങ്ങോട്ട് പോണ്ട. അയ്യോ ഇങ്ങോട്ട് ലാഗ് അടിച്ചിട്ടാണ് ഗൈസ്. എട്ട് എമറൽഡ് ബാക്കി കുറച്ച് എമറൽഡ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് എമറൽഡ് കാണില്ല. ഇനി ഉണ്ടായിരുന്നു എമറൽഡ്. ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്തില്ല. ഇതിൻ്റെ അകത്ത് ഒന്നില്ലേ ഉറപ്പ്. ഇതിലെ താഴെക്കൂടി പോകുന്നേ കയറി പോയാൽ പോരെ. പെട്ടെന്ന് എത്താലോ. അയ്യോ ഇടല്ലേ ഇപ്പം ഒന്ന് കണ്ട് അങ്ങനെ താഴ്ത്തനുണ്ട്. ഭാഗ്യം ഗൈസ്. നമ്മളെ വാണ്ടറിങ് ട്രേഡർ താഴ്ത്തനുണ്ട്. നമുക്ക് ട്രേഡ് ചെയ്യാണ്ട് അല്ലേ. എമറൽഡ് വേണ്ട. ഉണ്ടാവില്ല. പോകാൻ നിൽക്കണ്ട. ടൈം ഞാൻ വാങ്ങാം. തിരക്കൂട്ടല്ലേ. എന്താ വേണ്ട നോക്കട്ടെ. എനിക്ക് ഇത് വേണ്ട. എന്താ പൂവൊക്കെ വേണ്ട. പഫർ ഫിഷ് പൂവൊന്നും നിൽക്കണ്ട. നിങ്ങൾ ഉണക്കാ പൂവൊന്നും നിൽക്കണ്ട. ഇല്ല എൻ്റെ പൈസ വേറെ തീർത്തില്ല. തന്നെ തുപ്പടോ തുപ്പോ തുപ്പാനാ പറഞ്ഞേ. ഇത്രേ ഉള്ളൂ. കണ്ടില്ല അതോളം കിട്ടി. കടക്ക് ഇത്രേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ പോവാം. അമ്പളം വെറ്റി നമുക്ക് ഇപ്പോൾ വേണ്ട. അയ്യോ സോംബീനിറച്ചിയ. പിന്നെ നാൾ നമുക്ക് കിട്ടിയതാ ഇത്രയോ വുഡ് കിട്ടിക്കുന്നു. 1.5 സ്റ്റാക്ക് കിട്ടിയിരിക്കുന്നു. അത് ആദ്യം വീട്ടിൽ കൊണ്ടുപോകട്ടെ. ലൈബ്രറി ആകുമോ അല്ലേ നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ട്രേഡിങ് കാർഡ് വീഡിയോ ഇതൊക്കെ വെച്ചുമ്പോഴായിട്ട് വീഡിയോയിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഇതിൻ്റെ ബുക്ക് ചാനൽ ഇങ്ങനെ അടുത്തുണ്ട്. എന്താ ഇതിൻ്റെ വേണ്ട അടിയണോ വേണ്ടല്ലോ. പോയിക്കുന്നത് അകത്തേക്ക് പോയിക്കുന്നത്. കുറച്ച് ടേബിൾ എടുത്ത് പിടിക്കണ്ടേ. ഗൈസ് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇത് നമ്മളെ കൈമത്തന്നെ വെക്കണം. നമ്മൾ ചെസ്റ്റൊക്കെ തീർന്ന് തൽക്കാലം നമ്മൾ ഇതുകൊണ്ട് ഇവിടെ സ്റ്റോറേജാണ് ഉണ്ടാക്കുന്നത്. സ്റ്റോറേജ് നമ്മുടെ വീട്ടിൽ അത്ര സ്ഥലമില്ല. സ്റ്റോറേജ് ഉണ്ടാക്കാം. അതിൻ്റെ അത്യാവശ്യം സ്ഥലം ഉണ്ടല്ലേ.
സീഡ് അടക്കട്ടെ. ഇവിടെ ഉണ്ട് ഗൈസ്. ഇത് നമുക്ക് സ്റ്റോറേജ് ഉണ്ടാക്കാനുള്ള. ഹലോ ഏട്ടാ, സ്റ്റോറേജ് നമുക്ക് കബിൾ സ്റ്റോൺ ഉണ്ടോ എൻ്റെ അടുത്ത്? അത് കബിൾ സ്റ്റോൺ ഞാൻ മൈനിങ് 2 കണ്ട് അതുപോലെ പൊട്ടിത്തെട്ട് വരാം. അതുവരെ മൈനിങ്ങിന് പോയില്ല. നമ്മൾ മൈനിങ്ങിന് പോവാതെ വിത്തറിഞ്ഞല്ല സ്കെൽട്ടൺ വിത്തറിന് നമ്മൾ ഒന്നില്ല വീക്കുണ്ടാക്കാൻ വിത്തറിനെ പോലെ ഹെഡ് ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നു. സ്റ്റോറേജ് ഉണ്ടാക്കുക. ഇവിടെ സ്റ്റോറേജ് ഉണ്ടാക്കിയല്ലോ. അയ്യോ അതെ, ഞാൻ ബത്തത്ത് വെച്ച് പോയാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ട കാട് ഇതൊക്കെ ഒന്ന് വെച്ചെടുക്കണം. സീഡ് എനിക്ക് വേണ്ട ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. സീഡ് ഒഴിക്കാണെന്നില്ല. ഇവിടെ ഒരു പ്ലെയിനായുള്ള സ്ഥലം കൊണ്ട് ഇവിടെ തന്നെ നമുക്ക് ഇതുണ്ടാക്കാം. പുല്ലൊക്കെ ഇപ്പം നമ്മൾ പുല്ല് വെട്ടിയിട്ട് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് നമ്മൾ ഇത്രയും ക്ലീൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ചെറിയ ഇതുണ്ടായിരുന്നു, അതുമ്പോൾ ആ ഡിട്ടൊക്കെ വെച്ച് ഇതാക്കി ബാക്കിയുള്ള ഡിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെയൊക്കെ ചിലതൊക്കെ മാറ്റിയിരിക്കുന്നു. പക്ഷേ എല്ലാം മാറ്റേണ്ടത്തെ കൊണ്ട് ഞാൻ എല്ലാം മാറ്റിയില്ല. അവിടെയൊക്കെ അതുണ്ട്. പിന്നെ ഇതിന് മെൻഡിങ് ഇല്ല, അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇതായിക്കുന്നു. സൂചനയുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നമുക്ക് ഒറ്റ ബെഡ് കൂടി സെറ്റാക്കണം. അതിന് വേണ്ടി ഇവിടെ ഒരാളിനെ എന്തായാലും ആ ബെഡ് നമ്മൾ രാത്രി മാത്രമല്ലേ യൂസ് ചെയ്യും. പുറത്തൊക്കെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ബെഡ് ഉണ്ടാക്കണം. മെൻഡിങ് ചെയ്യാനുള്ള എന്തെങ്കിലും ടൂൾസിൻ്റെ നമുക്ക് ഇതാക്കാം. കങ്കയോ പുല്ലൊക്കെ ഞാൻ പോക്കിനാണ്. ഓക്കെ ഗൈസ്, സിമ്പിളിപ്പോൾ എവിടെയാണ് ചെയ്യാൻ പോകുന്നത്? ഉള്ള ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ നിരത്തിട്ട് ഇതാ ഗൈസ്, അതിൻ്റെ അകത്ത് നമ്മൾ വെക്കുക. നമ്മളിപ്പോൾ സ്റ്റോറേജിന് ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം? കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കാം, കുറച്ചല്ലാതെ ഉണ്ടാക്കാം ഗൈസ്. സ്പ്രൂസ് പിന്നെ നമുക്ക് തോനെ കിട്ടും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതും ഓക്കെ. ഇതാ ഗൈസ്, നമ്മളിതാ റെസിപ്പി ഇതാക്കി ചെയ്തിരിക്കുന്നത്. ഇത്രണ്ട് നമ്മളെടുത്ത്. അയ്യോ എത്രയാവാനായോ? എവിടെ സൂര്യനെ കാണുന്നില്ല, സൂര്യൻ പോയിട്ടൊന്നുമില്ല, അവിടെ തന്നെ ഉണ്ട്. അപ്പം ഗൈസ് എത്ര ഉണ്ട്? 64 സ്പ്രൂസ് ഉണ്ടോ? ഉണ്ടാണല്ലോ. ബാക്കി ഇവിടെ നോക്കണം എന്തിട്ടാണ്. അതും കൂടി ഇവിടെ ആക്കിയിരിക്കുന്നത്. ഇത്രയും 2 സ്റ്റേക്ക് ഉണ്ട്. പിന്നെ 2 എക്സ്ട്രാ 2 ഉണ്ട്. സ്റ്റേക്കൊക്കെ വേണ്ടി എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അത്യാവശ്യം വലിയ സ്റ്റോറേജ് ചെയ്യാൻ പോകുന്നത്. ചിരിഞ്ഞിരിക്കുന്നത് ഇത്ര മതിയോ? ഇഷ്ടമുണ്ട്. ഇത്രയൊക്കെ തന്നെ ധാരാളം, വെറുതെ അപ്പുറത്തേക്ക് നോക്കണ്ട. വൃത്തിക്ക് വേണ്ടി ഡിട്ടിട്ട് മൂടിയേ ഉള്ളൂ. അവിടെ അങ്ങനെ വെച്ച് പോവുക. ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ വെച്ചെത്തുമ്പോൾ നിർത്തുക. ഇവിടെ ഇത് വെക്കുക, ഇനി വെച്ച് പോവുക. ഇവിടെ സിൽക്ക് ടച്ച് ഇല്ലാത്ത പാൻ്റാണ്, പക്ഷേ സിൽക്ക് ടച്ചിൽ അയ്യോ ഇത്രട്ടൊന്നും നമ്മൾ ഇവിടേക്ക് എത്തിയ ഗൈസ്. നമ്മളിതാ ഇത് പൊട്ടിച്ചാളാം. ഇവിടെ പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. നമുക്ക് സൂര്യാസ്തമിച്ചില്ലോ. അവിടെ വെച്ച് നമുക്ക് ലോട്ട് പോകണോ? വേണ്ട, അല്ല വേണ്ട, ചുരി വെക്കാം. ഈ സ്പ്രൂസ് ഒന്നും തികയൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. 29 എണ്ണം കൂടി അങ്ങനെയുള്ളൂ.
ഗൈസ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ച് തിരാടി എത്തിയിട്ട് ചെയ്യാം. ഗൈസ് നമുക്ക് ബേസിലേക്ക് പോവാം. അവിടെ ഇട്ടായി വന്നിക്കുന്ന ഗൈസ് ഇവിടെ എത്തി ഏത് സ്ഥലത്തെത്തിയുമ്പോൾ നമുക്ക് ബെഡൊക്കെ കയറി കിടക്കാൻ പറ്റുമോ? നൈറ്റായില്ലേ? നൈറ്റ് അയക്കുന്നല്ലോ. എന്താ തിരൂര് വെയിറ്റ് ചെയ്യാം. അയ്യോ ഞങ്ങൾ ഞാൻ ആദ്യത്തെ നോക്കാം. തടി നോക്കാം. ഞാൻ പൊട്ടിച്ചാട്ടെ. ഓക്കെ ഗൈസ് പൊട്ടിച്ചു ഇല്ലാതെ സോംബിയൊക്കെ സ്പോണാകുന്നതിന് റീസ്പോൺ വലിച്ചിട്ട് സോംബിയൊന്നും ഇവിടെ അടുത്തൊന്നും സ്പോണായില്ല ഗൈസ്. കഴിക്കുന്ന ഷിപ്പ് അത് അവിടെ തന്നെ വെക്കുന്ന. ഷിപ്പിനെ പോയി തട്ടിയേക്കാം. കടക്ക് അത്രേ ഉള്ളൂ. രാവിലെ തന്നെ ആയില്ലേ? രാവിലെ കഴിക്കുന്ന അവിടെ എത്തിയിരുന്നു സൂര്യ. ഇതാ കമ്പൽ പൊട്ടിട്ട് മാറ്റിക്കാം. ഏതായാലും ഡ്രോപ്പ് ചെയ്യണേ. ഓക്കെ ഇത് വെച്ച് ബേസ് ആക്കിക്കുന്നത്. അതെന്തിനാ കട കൊണ്ടുവച്ചത്? ഇവിടെ ആക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റില്ല. നമ്മളെ വീട്ടിൽ ആക്സ് ഉണ്ടാകത്തുണ്ടാവും. ഉണ്ടാവോ? എക്സിൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട്. അതൊക്കെ ഉണ്ട്. സോനാക്സ് അത് ഈ എക്സ് എടുക്കാം. 2 എക്സ് എടുത്ത് വെച്ചേക്കാം. അത് എക്സ് എടുക്കണ്ട. പിന്നെ ഈ എക്സ് എടുക്കാം. ഡിസ്റ്റൊക്കെ ജസ്റ്റ് അതൊന്നും വേണ്ട. നിങ്ങളെ എക്സ് വന്നാൽ എനിക്ക് കവറായിട്ടില്ലല്ലോ. നമ്മൾ പോട്ടെ. ഓക്കെ അതെ അടുത്ത ഷിപ്പ് തട്ടിയേക്കാം. പുറത്തോട്ടുള്ള ബെഡ് ഇതില്ലേ ചപ്പാ ഇത്രേ ഉള്ളൂ. ഒരു കോർണറിന് ഒരു പില്ലർ പോലെ മേലോട്ട് പില്ലറായി പോയി. ഇത്രല്ലേ? ഇത്ര അയ്യോ എൻ്റെ അടുത്ത് ഇതില്ലല്ലോ. ആദ്യം അവിടെ പില്ലർ ചെയ്യട്ടെ. നമ്മളടുത്ത് കൈമലുണ്ടോ? ഇത്രയും ഉണ്ടായിട്ടാ ഞാനില്ല പറഞ്ഞ് പില്ലർ ചെയ്തിട്ട് ബാക്കി ഉണ്ട് ചെയ്യാൻ വെച്ചാ ഞാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു പില്ലറോട് ചെയ്ത് ആദ്യം മേലോട്ട്. മാക്സിമം നീളത്തിലൊന്നും അയക്കൂല ഗൈസ്. ഇവള് ഇപ്പോൾ വെള്ളത്തിലനുസരിച്ച് ചെയ്യാണ് ഗൈസ്. ഓക്കെ ഇത് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. വെള്ളം തീർന്ന് കാണുമ്പോൾ കട പോയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നേരത്തെ കുറേ ലൈഫ് പോയി. എന്താ ചെയ്യണ്ടോ ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യാം? കുറച്ചുണ്ടാക്കാം. കുറച്ച് ബാക്കി വെക്കണം. ഇതെല്ലാം അവസാനം എനിക്ക് പണിയിട്ടു. ഓക്കെ അത്രക്കട്ടെ. സ്റ്റേക്കൊക്കെ മതിയോ? എന്താ കഴിയൂല. സ്റ്റേക്കൊന്നും കഴിയൂല. എന്തോനെ വേണ്ടി വരും. സ്റ്റോറേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ കഴിയും. പെട്ടിയൊക്കെ എടുത്ത് വിടാൻ പറ്റാം. അതിൻ്റെ
എൻ്റെ അടുത്ത റിസോഴ്സ് എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് ഗൈസ് ഞാൻ നോക്കുന്നത്. ഇവൻ്ററിലൊക്കെ അയ്യോ അയ്യോ കുഴപ്പമില്ല എടുക്കട്ടെ ഗൈസ്. ഇത് നമ്മളെ പ്ലാങ്സ് ഒക്കെ കഴിഞ്ഞ് അവസാനം അത് നമ്മൾ വെളിയിൽ വെച്ച് ബാക്കി പ്ലാങ്സ് ആയിക്കോളാം. നേരത്തെ നമ്മളോട് വിട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ നോക്കട്ടെ. നമ്മൾ ജനലൊക്കെ അതിലൊക്കെ പിന്നെ ഇട്ട് ഇതാക്കാം, അവിടെ പൊട്ടിച്ചാൽ പോരെ. ക്രാഫ്റ്റിൻ്റെ അയ്യോ എന്തിനാ പാർന്നൊക്കെ വെറുതെ ആവാത്ത പണിക്കരുത്. രണ്ട് പ്ലസ് പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു ഗൈസ്. ഇവിടെ ഒന്നേ ഉള്ളൂ, രണ്ടെണ്ണമായി. പറക്ക് രണ്ടായി ഇങ്ങോട്ടും എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇവള് ഇവിടെയാണ് ഗൈസ്. ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്ന എല്ലാ ലൈക്കും സബ്സ്ക്രൈബ് ഷെയറും ഒക്കെ ചെയ്യുക. നമ്മൾ ജനുവരി വെച്ച് പിന്നെ നമുക്ക് ക്ലാസ്സും ഉണ്ടാക്കണം. ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. കുറച്ച് ഗോൾഡ് ഇല്ലല്ലോ. അപ്പം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒക്കെ കൈ തീർക്കും.
ബെൻഡിങ് ഉള്ളതുകൊണ്ട് ഉണ്ട്. തൽക്കാലം നമുക്ക് ബെൻഡിങ്ങിൽ പിക്കാക്സ് എടുത്തേക്കാം. അപ്പം നമ്മളെന്ത് തട്ടേക്കോ ഗോൾഡൻ്റെ കഴിഞ്ഞോ ഗൈസ്? സിമ്പിൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഗോൾഡൻ്റെ ആണ്. നമുക്ക് ഗോൾഡൻ്റെ ഉപയോഗിക്കണ്ട. നമുക്ക് മറ്റേത് ഉണ്ട്. ഇത് വേണ്ട, ഇത് പൊട്ടിയത് മതി. ഇത് തീർത്തതാണ്. ഇത് മറ്റേ ഓക്കെ. പയ്യൻ ഫുള്ളാണ്. ഇതിൻ്റെ അകത്ത് നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ കഴിയുമ്പോൾ അത് കണ്ടെത്താൻ ഓടാ. എല്ലാവരും എന്തിനാ എൻ്റെ വീട്ടിൽ കയറി കളിക്കുന്നേ? ഒരു മേലെ പോയി കാണാം. ധൈര്യം ഇന്നത്തെ വീഡിയോ എല്ലാ ലൈക്ക് സബ്സ്ക്രൈബ്